Hello friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കട്ട്ലറ്റ് റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സാധനമാണ് സോയ ചങ്ക്സ്. ഇത് വളരെ കുറച്ചെടുത്താൽ മതി, ഒത്തിരി തന്നെ ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇത് നമ്മൾ അരച്ച് വരുമ്പോൾ ഇനി ഇത് കുറച്ച് നേരം നമുക്ക് നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. ഇപ്പോൾ ഞാനത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വരും. അപ്പോൾ നമ്മളത് ഈ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കണം. ഇപ്പോൾ ഞാൻ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല രീതിയിൽ അത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത്തിരി പോലും വെള്ളത്തിൻ്റെ ഒരു അംശം അതിലില്ല, നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി ഞാൻ കുക്കറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഞാൻ നടുകീറി ഇട്ടതാണ്. അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് വെന്തു. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടതാണ് കണ്ടോ, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, സവാള. ഇതൊക്കെ സവാളൊക്കെ ചെറുതായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. എല്ലാം ചെറുതായാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എൻ്റെ മിസ്സായി പോയതാണ്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ ഇത് ഏകദേശം ഇതിങ്ങനെ വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു വിധത്തിൽ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അതൊരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട്, ഒത്തിരി ടേസ്റ്റ് കൂടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ തീ ഇവിടെ വളരെ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ സോയ ചങ്ക്സിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ നമ്മുടെ മസാലക്കൂട്ടും ആ സോയ ചങ്ക്സൊക്കെ കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ കളറ് ഇതിൽ നോക്കുമ്പോൾ ഇത്തിരി കുറവായിട്ട് കാണുന്നുണ്ട്. നേരിട്ട് കാണുന്നതിനേക്കാളും കളർ കുറച്ച് കുറവാണ്. ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ മിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പൊട്ടറ്റോ ആണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ, ഉരുളക്കിഴങ്ങിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴച്ചെടുക്കാം. ഞാൻ ഇവിടെ റൗണ്ടാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് റസ്ക് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മുട്ട ഒത്തിരി ഉപ്പിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റൗണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കട്ട്ലറ്റ് മുട്ടയിൽ മുക്കി നമ്മുടെ റസ്ക് പൊടിയിലൊന്ന് മുക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബാറ്ററിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്ന കട്ട്ലറ്റൊക്കെ ഞാനൊരു എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുകയാണ്. അങ്ങനെ കേട്ടോ, നല്ല ബ്രൗൺ കളറായിട്ടുള്ള നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണത്. വളരെ ചിലവ് കുറഞ്ഞ സാധനമാണ്, പിന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.